കർഷകർ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് വിളകളിലെ ഒച്ചുകളുടെ ആക്രമണം. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഇടുക്കിയിൽ നിന്നൊരു കർഷക. ജൈവ രീതിയിൽ ഒച്ചുകളെ തുരത്താനുള്ള പൊടി രൂപത്തിലുള്ള മരുന്നാണ് നെടുങ്കണ്ടം വലിയ തോവാള സ്വദേശിയായ മഞ്ജു വികസിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മികച്ച കർഷകയ്ക്കുള്ള പുരസ്കാരം നേടിയിട്ടുള്ള മഞ്ജു കാർഷിക രംഗത്തെ മികച്ച സംരംഭക കൂടിയാണ്. പച്ചക്കറി പഴവർഗ കൃഷികളിൽ ഒച്ചുകൾ വൻ വെല്ലുവിളി ഉയർത്തിയതോടെയാണ് ഇവയെ തുരത്താൻ പരിഹാരം കണ്ടെത്താൻ മഞ്ജു നിർബന്ധിതയായത്. ഒച്ചുകൾ അധികം ആക്രമിക്കാത്ത ചെടികളെ നിരീക്ഷിച്ച് അവയുടെ ഇലകളും മുട്ടത്തോടും മറ്റു ജൈവ മിശ്രിതങ്ങളും ചേർത്തൊരുക്കിയ മരുന്ന് വിജയകരമായി പരീക്ഷിക്കാൻ ഇവർക്കായി. ഒരു വർഷത്തെ പരിശ്രമ ഫലമായാണ് മരുന്ന് വികസിപ്പിച്ചെടുത്തത്. ആശയത്തിനുള്ള അംഗീകാരമായി കാർഷിക സർവകലാശാലയും രംഗത്തെത്തി. അപ്പോൾ ഏകദേശം ഞാൻ ഒത്തിരി ദിവസങ്ങളിൽ അതിന്റെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഏകദേശം ഒരു വർഷത്തോളം ഞാൻ എടുത്തു ഇതൊരു മരുന്നുണ്ടാക്കാനായിട്ട്. അപ്പം ഞാനത് പലവട്ടം നിരീക്ഷിച്ചു. ഏത് ചെടികളെയാണ് ഇത് ആക്രമിക്കാത്തത്, ഏത് ചെടികൾക്കാണ് ഇതിനകത്ത് ചെടികളെ ചുവട്ടിലാണ് ഈ ഒച്ച് കാണാത്തത്. അങ്ങനെ ഒത്തിരി പരീക്ഷണത്തിന്റെ ഫലമായിട്ട് ഞാൻ ഒരു 4-5 ഇലകൾ അതിനകത്തുനിന്ന് തണലത്തുണക്കി പൊടിച്ചെടുത്ത് പിന്നെ മുട്ടത്തോടും ചേർത്താണ് ഞാൻ ഈ മിശ്രിതം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് കെമിക്കലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ചെടികൾ നശിച്ചു പോകും. ഇത് ചെടികൾക്ക് ദോഷമില്ലാതിരിക്കുകയും ചെയ്യണം, നമുക്കും ദോഷമില്ലാതിരിക്കണം. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഇതിന്റെ ഒരു ഇത് നോക്കിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം ഞാനത് ഒരു വർഷത്തോളം ഇതിന്റെ പഠനം നടത്തിയിട്ടാണ് ഞാൻ ചെയ്തത്. ഇത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തൃശ്ശൂർ ഞാൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരൊരു റാബി കൊഹോർട്ട് 4 ഞാൻ പിന്നെ ഇതിനെന്നെ തിരഞ്ഞെടുത്തു. ഞാൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തിരഞ്ഞെടുത്ത ഐഡിയ സ്റ്റേജിൽ എനിക്ക് 5 ലക്ഷം രൂപ ഗ്രാൻഡ് ആയിട്ട് ലഭിച്ചു. അവരിത് കണ്ടു നോക്കി അതിന്റെ ഗ്രാൻഡ് ആയിട്ട് എനിക്ക് ലഭിക്കാനും ഇടയായി തീർന്നു. ഒച്ചുകളെ തുരത്തുന്നതിനൊപ്പം ചെടികൾക്ക് ആവശ്യമായ വിവിധ മൂലകങ്ങളും ഈ മരുന്ന് നൽകും. അധികം ഒച്ചുകൾ ഉണ്ടെങ്കിൽ ആകർഷിച്ച് ഇവയെ തുരത്തുന്നതാണ് കൂടുതൽ ഗുണകരമെന്ന് ഈ കർഷക പറയുന്നു. നമ്മുടെ വീടുകളിൽ കാബേജ്, കോളിഫ്ലവർ, പിന്നെ അതുപോലെ തന്നെ പപ്പായ, അതുപോലുള്ള സാധനങ്ങളെല്ലാം ഈ തോടോടുകൂടി ഒച്ചുകൾ ഇരിപ്പുണ്ടാവും. കാബേജിന്റെ ഒക്കെ മുകളിൽ കൂടി ഇങ്ങനെ ഒച്ചുകൾ കാണും. അത് നമുക്ക് ഉപ്പിട്ട് നശിപ്പിക്കാനൊന്നും പറ്റത്തില്ല. ഇതുണ്ടോ ഇങ്ങനെ ഇതിന്റെ അകത്ത് ഇത് കാബേജിന്റെ ഉള്ളിൽ കയറി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഇതുണ്ടോ ഇങ്ങനെയുള്ള പൊടി ഒച്ചുകൾ ഇത് ഇതിന്റെ ഇലകളെ ഇങ്ങനെ തിന്ന് നശിപ്പിക്കുകയാണ് ഈ ഒച്ച്. ഇതിന് ഞാനൊരു പച്ചമരുന്നുകൾ കൊണ്ട് മുട്ടത്തോടും കൂടെ ഉണ്ടാക്കിയ ഒരു മരുന്നാണ് ഇത്. ഇത് നമ്മൾ ഇതിന്റെ ദേഹത്ത് ഇങ്ങനെ ഈ ചെടികളുടെ ദേഹത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയി ചത്തുപോകും. ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ ഇറങ്ങി ചത്തുപോകും. അതിൻ്റെ പ്രത്യേകത. നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം, ഒരു ദോഷവും ഇല്ല. ഇന്ന് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ബോറോണും കാൽസ്യവും ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും. വളമായിട്ട് ഇത് ഉപയോഗിക്കാനും സാധിക്കും. കൂടുതൽ ഒച്ചുകളുള്ള പ്രദേശങ്ങളിൽ ഉപയോഗിക്കാനായി ലിക്വിഡ് രൂപത്തിലും മഞ്ജു മരുന്നൊരുക്കിയിട്ടുണ്ട്. വ്യാപകമായി വളമൊരുക്കി കർഷകർക്ക് ലഭ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കർഷക.